മോനെ ഞാൻ വിചാരിച്ചു വാഴേറ്റം വന്നതാണ്. എന്താ അമ്മായി ഇന്ന് വന്നേക്കില്ലേ? എന്നാ പോണേ? വന്ന് കേറിയില്ല, അപ്പോഴേക്കും പോവാനുള്ള കാര്യമാണോ പറയുന്നേ? അതല്ല, കൊറേ കൊണ്ടോന്നുണ്ടാവൂലേ? പിന്നെ അത് പറയാണ്ടോ, ഞാൻ കൊറേ കൊണ്ടുവന്നിക്കുന്നു. എനിക്കറിയോന്ന് എനിക്ക് ഓർമ്മയില്ല. ഇല്ല, ഞാൻ പറഞ്ഞു. നീ ചെറുതാവിടല, എന്റെ ഈ കയ്യില് കിടന്നുറങ്ങിയതല്ലേ? അല്ല, ഈ കയ്യില് എന്നെ എടുത്തോണ്ട് നടന്നേ? അല്ല, പിന്നെ കൊറേ അപ്പിട്ടിക്കുന്നേ. അതിന്റെ ഒരു നന്ദി എനിക്ക് വേണം. ആയിക്കോട്ടെ, കാണിച്ചു തരും ഞാൻ. കൊറേ കൊണ്ടോന്നുണ്ടാവില്ലേ? പിന്നെ ഇഷ്ടം പോലെ. അല്ല മോനെ, കല്യാണം ആയില്ല? ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഇപ്പൊ ഇവിടെ നിൽക്കുന്ന സേഫ് അല്ല. അല്ലേലും ഗൾഫിന്ന് വന്ന് കുറച്ച് പൈസ ഒക്കെ ഉണ്ടാക്കിയപ്പോഴത്തേക്ക് ഞാൻ ഇവിടെ നിൽക്കുന്ന എനിക്ക് സേഫ് അല്ലാണ്ടായി. അതല്ല, എനിക്ക് ഈ ഒന്നും പറയണ്ട മോനെ. ഇനിയിപ്പോ 2 അമൃതാഞ്ചാണെങ്കിലും എനിക്ക് തന്നാ ഞാൻ വാങ്ങൂ. എനിക്ക് തരണമെന്ന് ആഗ്രഹമുണ്ട് അമ്മായി, പക്ഷെ ഞാൻ ഇങ്ങോട്ട് വന്നതിന്റെ കഥ ആയത് അതല്ല മോനെ, എന്റെ കല്യാണം എന്നത് ശരിയാവാത്തത്. ഞാൻ എന്റെ കുട്ടീന്റെ കൂടെ. ഏത് കുട്ടി? എന്താണ് മോനെ ജലദോഷൊക്കെ തുടച്ചിങ്ങാണ്ട് ഇവനിങ്ങനെ ചെറുപ്പത്തിൽ ഞാൻ എത്ര തുടച്ച് തന്നതാ, കാര്യാക്കണ്ട. തുടച്ചീനെ കണ്ടില്ലേ? എന്നിട്ട് എന്തായാലും ഇവിടെ ഇത്ര നിന്നല്ലോ, തുടച്ചു വരെ തന്നല്ലോ. കഥ കേക്കണേ. ആ മോനെ പറയേ. ഞാൻ എന്റെ ഓളുമായിട്ട് ലിവിങ് ടുഗദർ ആണ്. അങ്ങനെ പറഞ്ഞാല് അതായത് ഒരുമിച്ച് താമസിക്കുക. എന്റെ അമ്മക്ക് ഇതറിയോ? ഇല്ല അമ്മായി. ലതേനൊന്ന് വിളിച്ചു പറഞ്ഞാട്ടെ. എന്നിട്ട് ബാക്കി പറഞ്ഞു. അപ്പൊ എന്താന്ന് വെച്ചാലേ, അവളും ഞാനും ഒരുമിച്ച് നിന്നോണ്ട് അവക്കൊരു ദിവസം പെട്ടെന്ന് വയ്യാണ്ടായി. ഞാൻ സുമേനോടൊക്കെ ആയിട്ട് പറയൂ. അതല്ല, നിങ്ങള് വിചാരിക്കുന്ന പോലല്ല. ചെറുതായിട്ട് നിപ്പ വന്നോന്നൊരു ഡൗട്ട്. എന്നിട്ട് എനിക്കും ചെറുതായിട്ട് ആ രോഗലക്ഷണം കാണിക്കുന്നുണ്ട്. എന്നോട് ഇങ്ങോട്ടേക്ക് പോന്നോളാൻ പറഞ്ഞു. എന്തായാലും വന്നല്ലേ, എനിക്ക് കഞ്ഞി ഉണ്ടാക്കാനും ചോറുണ്ടാക്കാനും ആരും ഇല്ല. നല്ലോണം കൊണ്ടുവന്നിക്കുന്നില്ലേ?